RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കോർ 90യുടെ കുറച്ച് പുതിയ അപ്ഡേഷൻസ് വന്നിട്ട് 2025 ബെസ്റ്റ് ഗോൾ കീപ്പർമാർ, അതേപോലെ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്, അതേപോലെ അറ്റാക്കേഴ്സ്, അങ്ങനെ കുറച്ച് റാങ്കുകൾ ടോപ്പ് 5 കുറച്ച് പേരാണ് ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്കോർ 90യുടെ ആണ്, നമ്മളുടെ വിലയിരുത്തലല്ല, അത് റെഹാനും കൂടെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിലയിരുത്താം. സ്കോർ 90യുടെ വിലയിരുത്തലിൽ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ടോപ്പ് റാങ്ക് 5ാം സ്ഥാനത്തുള്ളത് ജോൺ ഗ്രാസിയാണ്. നമ്മുടെ ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ. മിന്നും പ്രകടനമാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കുറെ മത്സരങ്ങൾ പരിക്കായിരുന്നെങ്കിലും 2025 ആള് മിന്നും പ്രകടനമാണ്. ചെറിയൊരു തുകയ്ക്കാണ് എസ്പാനോളിൽ നിന്ന് 25 മില്യൺ ആണ് ആള് ബാഴ്സലോണയിൽ സൈൻ ചെയ്യുന്നത്. ബാഴ്സലോണ സൈൻ ചെയ്ത ശേഷം മിന്നും പ്രകടനമാണ് ആള് വെക്കുന്നത്. നമ്മുടെ സ്റ്റാർ ഷാഗിനെയൊക്കെ ബെഞ്ചിൽ എത്തിയിട്ട് ആളുടെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4ാം സ്ഥാനത്തുള്ളത് ബ്രസീലിന്റെ നമ്മുടെ ലിവർപൂളിന്റെ ഗോൾ കീപ്പറായ അലിസൺ ബെക്കറാണ്. 4ാം സ്ഥാനത്തുള്ളത്. അലിസൺ ബെക്കറിന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല അലിസൺ ബെക്കറെ കുറിച്ച്. ആള് മിന്നും ഫോമിൽ തന്നെയാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് വലയ്ക്ക് താഴെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത്. 3ാം സ്ഥാനത്തുള്ളത് റേ ആണ്, സ്പെയിനിന്റെ ആഴ്സണലിന്റെ ഗോൾ കീപ്പർ. എനിക്ക് എടുത്തു പറയേണ്ടത് ഇന്നത്തെ കളി, എല്ലാ കളികളും നോക്കിക്കഴിഞ്ഞാൽ റേയുടെ സേവുകള് എന്തുകൊണ്ടാണ് ഈ ജോൺ ഗാസി എന്ന് പറയുന്ന ബാഴ്സലോണയുടെ സ്പെയിനിന്റെ ഗോൾ കീപ്പർ അവരുടെ 2026 സ്ക്വാഡിൽ പോലും ഉൾപ്പെടാതെ ഇരുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ റേയും സേവണൊക്കെ ഈ ചങ്ങായിമാരൊക്കെ ഇങ്ങനെ മിന്നും ഫോമിൽ കളിക്കുമ്പോൾ അവിടെ ഗോൾ കീപ്പർമാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചങ്ങായിക്ക് എങ്ങനെയാണ് ആ ഒരു സ്ക്വാഡിൽ പോലും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇമാതിരി പഠനം കാഴ്ചവെച്ചിട്ട്. 2ാം സ്ഥാനത്തുള്ളത് മറ്റാരല്ല, ഇറ്റലിയുടെ ഡോണറൂമയാണ്. ഡോണറൂമ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് PSG നിന്ന് വന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് രക്ഷകനായിക്കൊണ്ടിരിക്കുന്ന ഓരോ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ് ഈ ചങ്ങായി. എന്താണ് അവിടെ PSG വേണ്ടിയിട്ട് PSG യുടെ ലൂയിസ് എൻട്രിക്കിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ചു നിർത്തില്ല, പോകേണ്ടവർക്ക് പോവാം. അപ്പോൾ PSG ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തിട്ടാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്നിട്ട് ഇവിടെയും ചാമ്പ്യൻസ് ലീഗ് അടിക്കാന്ന് പറഞ്ഞിട്ടാണ് ആ ചങ്ങായിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരമാണ്. 1ാം സ്ഥാനത്തുള്ളത് റയൽ മാഡ്രിഡിന്റെ കോട്ടോ ആണ്. എന്താന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് കഴിഞ്ഞ സീസണിൽ ഒന്നും നേടിയിട്ടില്ല, 2020 ട്രോഫികളൊന്നും അധികം നേടിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ചങ്ങായിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിനെ കുറെ മത്സരങ്ങളിൽ സേവ് ചെയ്തത് ഈ ആളുടെ ഒറ്റ പ്രകടനം കൊണ്ടാണ്. ഇത്രയും ഗോൾ കീപ്പർമാർ ഈ 5ാം സ്ഥാനത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ സേവ് ചെയ്തിട്ടുള്ള ഗോൾ കീപ്പർ ഈ കോട്ടോ തന്നെ ആയിരിക്കും. ബെസ്റ്റ് സെന്റർ ബാക്കുകളിലേക്ക് വരികയാണെങ്കിൽ സെന്റർ ബാക്കുകളിൽ 5ാം സ്ഥാനത്തുള്ളത് PSG മാർക്കീനസ് ആണ്. ബ്രസീലിന്റെ മാർക്കീനസ് ആണ് 5ാം സ്ഥാനത്തുള്ളത്. അത് അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആള് PSG വേണ്ടിയിട്ട് 2020 ഇന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. PSG 2020 നേടിയ ട്രോഫികളിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ഈ ചങ്ങായിയാണ്. അത് ഡിഫൻസിൽ ഒരു കോട്ടയായിട്ട് നിന്നത് ഈ ചങ്ങായിയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല. പാൻടേക്കാണ് 4ാം സ്ഥാനത്തുള്ള ലിവർപൂളിന്റെ. ഇടയ്ക്ക് മങ്ങിയും പിന്നെ ശോഭിച്ചും വീണ്ടും മങ്ങിയും വീണ്ടും ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് പാൻടേക്ക്. അപ്പോൾ ആളാണ് 4ാം സ്ഥാനത്തുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് സലിബയാണ്. ചങ്ങായി ആഴ്സണലിന് വേണ്ടിയിട്ട് മിന്നും പ്രകടനമാണ്. മാൻ ഓഫ് ദി മാച്ചുകളൊക്കെ ഡിഫൻഡർമാരായിട്ട് മാൻ ഓഫ് ദി മാച്ചുകളൊക്കെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നും പറയാനില്ല. അതേപോലെ പാച്ചാണ്, പാരീസ് ജർമ്മന് വേണ്ടിയിട്ട് മിന്നും ഫോമിലാണ്. ചങ്ങായി ഫിഫ ദ ബെസ്റ്റ് 11 സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കിനസിനൊക്കെ മാറ്റിയിട്ട് ഇയാള് അവിടെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ആളുടെ പെർഫോമൻസ് തന്നെയാണ്. 1ാം സ്ഥാനത്തുള്ള ഗബ്രിയലാണ്, ആഴ്സണലിന് വേണ്ടിയിട്ട് മിന്നും. ആള് ഇറങ്ങിയ കളികളൊക്കെ മിന്നും പ്രകടനമാണ് ആഴ്സണൽ നടത്തിയിട്ടുണ്ട്. പരുക്ക് മാറി വീണ്ടും ആള് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡർമാരെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡർമാരിൽ 5ാം സ്ഥാനത്തുള്ള സുബിമെന്റിയാണ്. സ്പെയിനിന്റെ ആഴ്സണലിന്റെ മിഡ് കാക്കുന്ന കാവൽക്കാരെന്ന് പറയാം. എന്താ പറഞ്ഞാൽ ആഴ്സണലിന്റെ കുതിപ്പിന് ഇങ്ങനത്തെയൊക്കെ ആ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ വമ്പൻ ഇതാണ്. 4ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡിജോൺ ആണ്. എനിക്ക് ചെറിയൊരു ഇതുണ്ട് ഇതിൽ. ഫെഡ്രിയെ മറികടന്ന് എങ്ങനെയാണ് ഡിജോൺ ഇവിടെ എത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ സ്കോർ 90 ഞാൻ പറഞ്ഞു, സ്കോർ 90യുടെ അവരുടെ ഒരു വിലയിരുത്തലാണിത്. ഡിജോണ് ബാഴ്സലോണയ്ക്ക് ഒരു നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ ഫെഡ്രിയെ കടന്ന് ഇവിടെ എത്താനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഒന്നും ഡിജോണിന്റെ കയ്യിലില്ല എന്നുള്ള കാര്യത്തിൽ അതിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ 3ാം സ്ഥാനത്തുള്ള കസേഡോ ആണ്. കസേഡോ ചെൽസിക്ക് വേണ്ടിയിട്ട് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എമ്മാതിരി ഗോളുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സീസണിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ചെൽസിയുടെ കളി കാണുന്നവർക്കും അവരുടെ കളി ഫോളോ ചെയ്യുന്നവർക്കും അവരുടെ ഫാൻസിനും അറിയാൻ പറ്റും കസേഡോ എത്രമാത്രം ഇമ്പാക്റ്റും പ്രാവശ്യം ചെൽസിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ മ്യൂണിച്ചാണ്. ബായർ മ്യൂണിക്കിന് വേണ്ടിയിട്ട് ചങ്ങായി ഗംഭീര ഫോമിലാണ്, 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1ാം സ്ഥാനത്തുള്ള വിറ്റിനാണ്. വിറ്റിന എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വാരിക്കൂട്ടാവുന്ന എല്ലാ കപ്പുകളും വാരിക്കൂട്ടിയിട്ടുണ്ട്. PSG വേണ്ടിയിട്ട് ആകെ മിസ്സായത് ക്ലബ് വേൾഡ് കപ്പിൽ ചെൽസിക്ക് മുന്നിൽ അടിയറവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പകരം പോയിട്ട് അവിടെ നാഷണൽസ് ലീഗിൽ സ്പെയിനിന് പരാജയപ്പെടുത്തിയിട്ട് പോർച്ചുഗലിൽ കപ്പടിച്ചു. അപ്പോൾ അതിലും ആശാന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ടും ഇല്ല ഈ ചങ്ങായി മിഡ്ഫീൽഡർ
ടോപ്പ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 2020 ഏറ്റവും ടോപ്പ്. പെഡ്രയൊക്കെ ഇടയ്ക്കൊന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു നല്ല ലെവലിൽ. ഒരു ടൈമില് ഫോർത്തിലൊക്കെ എത്തിയിട്ട് ബാലൻഡിയറിൽ, പിന്നെ അങ്ങനെ താഴോട്ട് പോയി. എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പരിക്കാട് കുറച്ച് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ കാലഡറി അങ്ങനെ കുറച്ച് ഫൈനൽസുകളൊക്കെ ബാഴ്സലോണ ഡൊമസ്റ്റിക് ട്രിപ്പിളൊക്കെ അടിച്ചു ശരിയാണ്. പക്ഷെ അതിനേക്കാളും 6 കിരീടങ്ങൾ നേടിയ മൂന്നാമത്തെ ടീമായിട്ട് മാറുകയാണ്. ബായൺ മ്യൂണിക്കിനെയും അതേപോലെ ബാഴ്സലോണയ്ക്ക് ശേഷം വീണ്ടും PSG ആറ് കിരീടങ്ങൾ നേടുന്ന, ഒരു സീസണിൽ 6, ഒരു വർഷത്തിൽ 6 കിരീടങ്ങൾ നേടുന്ന ഒരു ടീമായി മാറാണ്. ലെഫ്റ്റ് ബാക്കുമാർ 2020 ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആഴ്സണലിന്റെ കലാഫിരിയോണ്. ഈ ചങ്ങായി പ്രകടനമാണ് ആഴ്സണലിന് മുതൽക്കൂട്ടെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി ഡിഫൻസിലേക്കും അതേപോലെ അറ്റാക്കിംഗ് ഒരേ സമയത്തിൽ ആ ഒരു ബാലൻസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. മിന്നും പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ളത് ഡിമാർക്കോ ആണ്, ഇന്റർമിലാന്റെ. ഞാൻ ഒരുപാട് ഇന്റർമിലാന്റെ കളിയൊന്നും ഫോളോ ചെയ്തത്. അത്യാവശ്യം ചില കളികളൊക്കെ നല്ല സെമിഫൈനൽ അങ്ങനെയുള്ള കളികൾ, അതേപോലെ ആ ഒരു ലീഗിലെ മെയിൻ ഇമ്പോർട്ടന്റ് മത്സരങ്ങൾ വരുമ്പോഴേ കാണാറുണ്ട്. എല്ലാ മത്സരങ്ങളും ഇന്റർമിലാന്റെ ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് പക്ഷെ ആളുടെ കളികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 4ാം സ്ഥാനത്താണ് ആളുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് ഗ്രിമാൽഡിയോ, നമ്മുടെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ ചങ്ങായി 3ാം സ്ഥാനത്താണ് കളിക്കുന്നത്. സ്പെയിനിന്റെ പ്ലെയറാണ്. അപ്പോൾ 3ാം സ്ഥാനത്താണ് ഉള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ചെൽസിയുടെ മിന്നും പ്രകടനത്തെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കുക്കുറലാണ്. പഴയ ബാഴ്സ പ്ലെയർ ആയിരുന്നു. ബാഴ്സ അന്ന് വിട്ട് കളിഞ്ഞതാണ്, പക്ഷെ ഇപ്പം മിന്നും ഫോമിലാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഹക്കീമി റൈറ്റ് സൈഡ് ടോപ്പ് ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആരാന്ന് പറയാലോ, ന്യൂനോ മെൻഡിസ്. ഈ ചങ്ങായി പോർച്ചുഗലിനും അതേപോലെ തന്നെ PSG വേണ്ടിയിട്ട് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്ലേയേഴ്സിനാണ് ആളുടെ പോക്കറ്റിലാക്കിയത്, അതേപോലെ എത്ര ഗോളുകളും സ്കോർ ചെയ്ത് ഡിഫൻഡർമാർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ നിന്ന് നന്നാ മനസ്സിലാൻ പറ്റും. ഈ വിറ്റിനി നവാസും അതേപോലെ തന്നെ ഈ ചങ്ങായൊക്കെ ഉള്ളത് കൊണ്ടാണ് പോർച്ചുഗൽ ഇത്രയും ഈ സീസണിൽ വേൾഡ് കപ്പ് അടിക്കാനുള്ള ആ ഒരു ഫേവറേറ്റുകളിൽ ഉണ്ടാവാൻ കാരണം. അത്രയും നല്ല സ്കോർ ഡെപ്താണ് അവർക്കുള്ളത്. അപ്പോൾ റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ 5ാം സ്ഥാനത്തുള്ളത് ലഹ്മറാണ്. ബായൺ മ്യൂണിക്കിന് വേണ്ടിയിട്ട് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്ന 5ാം സ്ഥാനത്താണ് ഉള്ളത്. അത്യാവശ്യം ബായൺ മ്യൂണിക്ക് ഈ സീസണിൽ തോൽവറിയാതെ ലീഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്സണലിന്റെ കൂടെ മാത്രം ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെട്ടത്. അപ്പോൾ അതിൽ പിന്നും പ്രകടനം ചങ്ങായി കാഴ്ചവെച്ചിരിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ള ഡംഫ്രീസ് ആണ്. ഡംഫ്രീസ് മറക്കൂല, ബാഴ്സലോണ ഫാൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മറക്കൂല. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ സെമിഫൈനലിൽ ചങ്ങായിമാർ പരാജയപ്പെടുത്തപ്പോൾ ഈ ചങ്ങായി എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. 2025 അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് അവർക്ക് ഇന്റർ മിലാന് ഇങ്ങനൊരു സ്ഥാനത്ത് എത്താനുള്ള ഇതുണ്ടായത്. 3ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, ചെൽസിയുടെ ക്യാപ്റ്റൻ ജെയിംസ്. എന്താ അല്ലെ, ചങ്ങായിയുടെ പരിക്കുകളൊക്കെ മാറി തിരിച്ചു വന്നിട്ട് ഗംഭീര ഫോമിലാണ് ഈ സീസൺ 2025 ആള് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീര ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ 2ാം സ്ഥാനത്തുള്ളത് ടിമ്മറാണ്. ആഴ്സണലിന് വേണ്ടിയിട്ട് മിന്നും പ്രകടനം. ആ ഒരു ബോഡി ബിൽഡറിന്റെ ആ ഫിസിക്കാലിറ്റിയും വെച്ച് ആ ചങ്ങായ ആ റണ്ണിങ്ങും അതേപോലെ ആ ഡിഫൻസിലുള്ള ആ ഒരു എബിലിറ്റി എടുത്തിട്ടുള്ള ആ കളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരാണ്. അതുകൊണ്ടാണ് ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് വേറെ ആരുമല്ല, റൈറ്റില് നമ്മുടെ ഹക്കീമി അല്ലേ. ന്യൂനോ മെൻഡിസ് ലെഫ്റ്റിൽ ഉണ്ടാവുമ്പോൾ റൈറ്റിൽ ഹക്കീമി ഉണ്ടാവില്ലേ. എന്താണ് ചങ്ങായി ഈ സീസണിൽ ആ ഒരു പുൾ ഓഫ് ചെയ്യണ ഒരു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആള് ഇപ്പൊ മൊറോക്കോയ്ക്ക് വേണ്ടി ഗംഭീര പെർഫോമൻസ് നടക്കണം അവിടെ പോയി കളി നടന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രോ കപ്പിൽ. അപ്പോ കഴിഞ്ഞ സീസണിൽ ഓരോ ടൈമിൽ സ്ട്രൈക്കർ റോളിലേക്കാണ് പെട്ടെന്ന്. അത് പാരീസിന്റെ ഒരു കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നവാസ് ആയിരിക്കും പോയിട്ട് സ്ട്രൈക്കർ റോൾ കളിക്കുന്നത്. അതേപോലെ ചിലപ്പോൾ റൂബിൻ ഡിയാസ്. അങ്ങനെ ആരാണ് അവിടെ പോയിട്ട് സ്ട്രൈക്കർ റോളിൽ കളിക്കാന്ന് പറയാൻ പറ്റില്ല. വെറ്റിന ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും, റാമോസ് ചിലപ്പോൾ കളിക്കുന്നുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് കയറിയിട്ട് അങ്ങോട്ട് ഗോൾ അടിച്ചിട്ട് വരിക. അപ്പൊ അങ്ങനെ ഹക്കീമി കഴിഞ്ഞ സീസണിൽ അവിസ്മരണമാക്കിയത്. 2025 സ്കോർ 90 അപ്ഡേഷൻസ് ആണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഇനി പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.